ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്ന GD കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 ഫെബ്രുവരി 2023 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഈ ഒരു സെഷനിൽ 20 ക്വസ്റ്റ്യൻസ് GD കോൺസ്റ്റബിൾ നമുക്ക് 20 ജനറൽ അവയർനെസ് ആണ് വരുന്നത്. അപ്പം ഈ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താ വരുന്നത്? ബേസ് ചേഞ്ചസ് ദി കളർ ഓഫ് ദി റെഡ് ലിറ്റ്മസ് ടു. അപ്പം ബേസ് എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസിൻ്റെ കളർ എന്താക്കി ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ബ്ലൂ, പേർപ്പിൾ, പിങ്ക്, യെല്ലോ. നമുക്കറിയാം ആൻസർ എന്താ വരുന്നത്? ബ്ലൂ ആണ് ആൻസർ വരുന്നത്. ബ്ലൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 1873 ഹീ ഫൗണ്ടഡ് സത്യശോധക് സമാജ്. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ഹീ ഹിയർ. അപ്പം ആരാണ് സത്യശോധക് സമാജ് കണ്ടുപിടിച്ചതെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ ഗോവിന്ദ് റാവു, ഗോപാൽ ഹരി ദേശ്മുഖ്, സാവിത്രി ഭായ് ഫൂലെ, ജ്യോതിബ ഫൂലെ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എപ്പോഴാണ്? 1873 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത്, മറക്കാതിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ. അറ്റ് ദേവപ്രയാഗ് ദ ഭാഗീരഥി ഈസ് ജോയിൻഡ് ബൈ. ഓപ്ഷൻസ് ദി അളകനന്ദ, ഘാഗ്ര, കോസി, യമുന. അപ്പം ഭാഗീരഥി ഏതുമായിട്ടാണ് ദേവപ്രയാഗിൽ ജോയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ആൻസർ വരുന്നത്? അളകനന്ദയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഭാഗീരഥിയും അളകനന്ദയും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? ഗംഗ എന്ന് പറയുന്ന മൈറ്റി റിവർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ഹൂ ടുക്ക് ഓവർ ആസ് ദി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓൺ April 30, 2022. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാന്നാണ് ചോദ്യം. സോ ഏപ്രിൽ 2022 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. മനോജ് മുകുന്ദ് നരവനെ, വിനീത് ജോഷി, നിതിൻ പരഞ്ജപ്പെ ആൻഡ് മനോജ് പാണ്ഡെ. ഏതാണ് ആൻസർ വരുന്നത്? മനോജ് പാണ്ഡെ ആണ്. ഇദ്ദേഹമാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഹൂ ലുക്സ് ആഫ്റ്റർ ദി ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻലാൻഡ് വാട്ടർവേയ്സ് ഇൻ ഇന്ത്യ. സോ ഇൻലാൻഡ് വാട്ടർവേയ്സ് ഇന്ത്യയിലെ ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഏത് അതോറിറ്റി ആണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് വളരെ സിമ്പിളാണ്, നമുക്കറിയാം ആരാണ് ഉത്തരം വരുന്നത്. ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ among the following politicians became the president of India in July 2022? സോ ജൂലൈ 2022 മാത്രമല്ല, ഇപ്പോഴത്തെ പ്രസിഡൻറ്റും അവർ തന്നെയാണ്. ഓപ്ഷൻസ് നോക്കിയാലോ. ജയ്റാം താക്കൂർ, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, സ്മൃതി ഇറാനി. അപ്പോൾ ആരാണ് ആൻസർ വരുന്നത്? ദ്രൗപദി മുർമു ആണ്. 25 ജൂലൈ 2022 അന്ന് മുതലാണ് പ്രസിഡൻ്റായി തുടങ്ങിയത്. ഓക്കെ, 25 ജൂലൈ 2022. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കിയാൽ. പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഈസ് മണി ദറ്റ് ഈസ് അവൈലബിൾ ഫോർ ഹൗസ് ഹോൾഡ് കൺസംഷൻ ഡാഷ് ആൻഡ് സ്പെൻഡിങ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ്. ശ്രദ്ധിക്കുക, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം അല്ലേ, ഒരു വ്യക്തിക്കുള്ള ഇൻകം, ചിലവാക്കാനുള്ള ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഹൗസ് ഹോൾഡ് കൺസംഷന്, വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്, പിന്നെ വേറെ എന്തോ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ ചിലവഴിക്കാൻ, സ്പെൻഡ് ചെയ്യാനുള്ളതും. ഇതെല്ലാം എന്ത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്? ഇൻകം ടാക്സ് എന്ന് അക്കൗണ്ട് ചെയ്ത് ബാക്കി വരുന്ന വരുമാനത്തെ നമ്മൾ എന്ത് പറയും? പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയും. അപ്പോൾ ഒരെണ്ണം ഹൗസ് ഹോൾഡ് കൺസംഷനാണ്, ചിലവഴിക്കാൻ. പിന്നെ വേറെ എന്തിനോ കൂടി നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അതെന്തിനാണ്? ഓപ്ഷൻസ് നോക്കുക. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇൻട്രസ്റ്റ്, സേവിങ്സ്. ഇതെല്ലാം നമ്മൾ അടച്ചു കഴിഞ്ഞ് നമുക്ക് ബാക്കി വരുന്നത് എന്താണ്? സേവിങ്സ് ആണ്. സോ ഈ പറയുന്ന പൈസ നമ്മൾ 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഹൗസ് ഹോൾഡ് കൺസംഷന്, അതേപോലെ നമുക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ, സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യുന്നു. സോ അതാണ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. ശ്രദ്ധിക്കുക, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകമിൻ്റെ ഡെഫിനിഷനാണ് എന്തൊക്കെയാണ്? അവൈലബിൾ ഫോർ ഹൗസ് ഹോൾഡ് കൺസംഷൻ, സേവിങ്സ് ആൻഡ് സ്പെൻഡിങ്. അടുത്ത ചോദ്യം നോക്കിയാൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്? സോ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ആർട്ടിക്കിൾ 10, 47, 35 ആൻഡ് 22. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നതാണ് FR വരുന്നത്, FRനകത്ത് വരുന്നത്. സോ ദാറ്റ് കംസ് അണ്ടർ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ.
ആർട്ടിക്കിൾ 22 ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഈസ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുള്ള നെഗറ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പൊല്യൂഷൻ, ഹൈ റവന്യൂ കളക്ഷൻ, ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തും ഹൈ റവന്യൂ കളക്ഷനും ഒക്കെ അതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സുസ്ഥിര വികസനം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വഴി നമുക്ക് വരുന്നില്ല. ഓപ്ഷൻസ് ഏതാണ് അപ്പം വരാൻ സാധ്യതയുള്ളത്? നെഗറ്റീവ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നിന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. പൊല്യൂഷനാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് വൺ, ആസ് ഓഫ് നവംബർ 2022 ഹൂ ഈസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കുക, നവംബർ 2022 മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് INB, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ തന്നെ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് ആരാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? അനുരാഗ് സിംഗ് ഠാക്കൂർ, കിരൺ റിജിജു, നാരായൺ റാനെ ആൻഡ് അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ശ്രദ്ധിക്കുക, അനുരാഗ് ഠാക്കൂർ ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. 2 വിഭാഗം വരുന്നുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. 2ൻ്റെയും മിനിസ്റ്റർ എന്ന് പറയുന്നത് അനുരാഗ് സിംഗ് ഠാക്കൂർ ആണ്. ഇനി ഇവിടെ നോക്കുക, മറ്റ് ഓപ്ഷൻസ്. കിരൺ റിജിജു എന്ന് പറയുന്നത് ഇദ്ദേഹം എർത്ത് സയൻസസിൻ്റെ മിനിസ്റ്ററാണ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ്. ആൻഡ് ദെൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസസ് ആണ്. ആൻഡ് ദെൻ നാരായൺ റാനെ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ മിനിസ്റ്ററും. അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് റെയിൽവേ മിനിസ്റ്ററുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇഫ് ദർ ഈസ് എ നീഡ് ഫോർ 4 laborers ആൻഡ് 7 are working, then what kind of unemployment are the extra 3 laborers suffering from? എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? 4 ലേബറേഴ്സേ ആവശ്യമുള്ളൂ, പക്ഷേ 7 ലേബറേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 7 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, 4 മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ വന്ന 3 പേര്, ഇപ്പോൾ എക്സ്ട്രാ 3 പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ 3 പേരെ നമ്മൾ എന്ത് തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവർ സഫർ ചെയ്യുന്നതെന്നാണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. സൈക്ലിക് അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മുടെ ഉത്തരം ഏതാ വരുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. 4 പേരെ ആവശ്യമുള്ളൂ, അവിടെ 7 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേര് സഫർ ചെയ്യുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ: ഗിഫ്റ്റ് ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് ഫോർ ഫേംസ്, പ്രോപ്പർട്ടി ടാക്സ്, GST. അപ്പോൾ നമുക്കറിയാം GST ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ലൈംസ്റ്റോൺ, ചോക്ക് ആൻഡ് മാർബിൾ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഫോസ്ഫേറ്റ്. എന്താണ് ആൻസർ വരുന്നത്? ലൈംസ്റ്റോൺ, ചോക്ക് ആൻഡ് മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോംസ് ആണ്. അടുത്തത്, ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് ഗാംഗോർ സെലിബ്രേറ്റഡ് ബൈ ദ മാരീഡ് വുമൻ ഓഫ് രാജസ്ഥാൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഹിന്ദു മന്ത് ഓഫ് ഫാൽഗുന, അശ്വിന, കാർത്തിക ആൻഡ് ചൈത്ര. ഇവിടെ ശ്രദ്ധിക്കുക, ഗാംഗോർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫെസ്റ്റിവലാണ്, മാരീഡ് വിമൻ്റെ രാജസ്ഥാനിലെ ഫെസ്റ്റിവലാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഏത് മാസം, അത് ഹിന്ദു മന്ത് ഏത് മന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് എന്താണ്? ചൈത്ര മാസത്തിലാണ് ഗാംഗോർ ഫെസ്റ്റിവൽ വരുന്നത്. മാർച്ച് ഏപ്രിൽ ടൈമാണ് ചൈത്രമാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് കൺട്രി വൺ ദി മാക്സിമം ഗോൾഡ് മെഡൽ ഇൻ 2020 സമ്മർ പാരാലിമ്പിക്സ്? സമ്മർ പാരാലിമ്പിക്സിൽ മാക്സിമം ഗോൾഡ് മെഡൽ ഏത് കൺട്രിക്കാണ് കിട്ടിയെന്ന് നോക്കിയാലോ. USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഗ്രേറ്റ് ബ്രിട്ടൻ, ചൈന, റഷ്യ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ ആൻസർ വരുന്നത് ചൈനയാണ്. ചൈനയ്ക്കാണ് മാക്സിമം ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നത് 2020 സമ്മർ പാരാലിമ്പിക്സിൽ. ശ്രദ്ധിക്കുക, 2024 സമ്മർ പാരാലിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസ്, ഫ്രാൻസിലാണ്. ഓക്കെ. Now next, Arthashastra was written by Kautilya, Vishakadatta, Megasthenes, Vasudeva. Arthashastra was written by ആരാണ്? കൗട്ടില്യ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ചാണക്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലർമേൽ വല്ലി ഈസ് an exponent of which of the following classical dance forms? ഭരതനാട്യം, കഥക്, കഥകളി, ഒഡീഷി. So അലർമേൽ വല്ലി is a famous exponent of ഭരതനാട്യം. ഭരതനാട്യമാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് സ്പോർട്ട് ഈസ് ദി ഫീൽഡ് ഓഫൻ ഓവൽ വിത്ത് എ റെക്ടാങ്കുലർ ഏരിയ ഇൻ ദ മിഡിൽ ദാറ്റ് ഇസ് 22 yards by 10 feet വൈഡ്? സോ ഓവൽ ഫീൽഡാണ്, ഫീൽഡ് ഓവലാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു റെക്ടാങ്കുലർ റെക്ടാങ്കുലർ ഏരിയ ഉണ്ട്. അതിൻ്റെ സൈസാണ് പറഞ്ഞിരിക്കുന്നത് 22 yards എന്ന് പറഞ്ഞിരിക്കുന്നത്. 22 yards by 10 feet ആണ് പറഞ്ഞിരിക്കുന്നത്, വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത്. അതേത് സ്പോർട്സിനാണ് ഇങ്ങനെ ഒരു ഫീൽഡ് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ഏകദേശം അറിയാൻ പറ്റുമല്ലോ അല്ലേ? ഓപ്ഷൻസ് നോക്കിയാലോ. ക്രിക്കറ്റ്, ലോൺ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ, വോളിബോൾ. അപ്പോൾ ഏത് ആൻസർ വരുന്നത്? ക്രിക്കറ്റാണ് ആൻസർ വരുന്നത്.
Next question, the dash is the sole link of communication between the cabinet and the governor. The dash is the sole link of communication between ക്യാബിനറ്റും അതേപോലെ തന്നെ ഗവർണറുമായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ആരാന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അഡ്വക്കേറ്റ് ജനറൽ, ചീഫ് മിനിസ്റ്റർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആരാണ്? ക്യാബിനറ്റും അതേപോലെ തന്നെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഗവർണറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആരാണ്? CM ആണ്, ചീഫ് മിനിസ്റ്ററാണ് ആൻസർ വരുന്നത്. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. CV ചന്ദ്രശേഖർ വാസ് awarded the പത്മഭൂഷൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ. സോ CV ചന്ദ്രശേഖർ പത്മഭൂഷൺ കിട്ടിയത് ഏത് ഫീൽഡിലാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കുച്ചിപ്പുടി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഭരതനാട്യമാണ്. സോ CV ചന്ദ്രശേഖർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ വേറൊരു എക്സ്പോണൻറ്റിനെ നമ്മൾ കണ്ടു, അലർമേൽ വല്ലി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്